നാഷണൽ ഹെറാൾഡ് കേസിൽ കുരുക്ക് മുറുകുന്നു. സോണിയ, രാഹുൽ മറ്റ് പേർക്കെതിരെ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഇ ഡി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിധി പറയാനിരിക്കെയാണ് പുതിയ എഫ്ഐആർ എന്നുള്ളതാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വളരെ നിർണായകമായ അപ്ഡേറ്റ് ആണ്. സോണിയയ്ക്കും മകൻ രാഹുലിനും മറ്റ് പേർക്കുമെതിരെ പുതിയ എഫ്ഐആർ. അമ്മയും മകനെയും സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. ജിഷ്ണു, ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് പറയും. രാഖി, ഗുഡ് മോർണിംഗ്, നമസ്തേ. നെഹ്റു കുടുംബത്തെ സംബന്ധിച്ചും കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. നാഷണൽ ഹെറാൾഡ് കേസിൽ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയും രാഹുലും കൂടാതെ മറ്റ് 6 പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നാഷണൽ ഹെറാൾഡ് കേസിൽ സാമ്പത്തിക കുറ്റകൃത്യത്തിന് പുറത്ത് മറ്റ് പല രീതിയിൽ ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒപ്പം അനധികൃതമായ സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു എന്ന് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ ഡൽഹി റൌസ് അവന്യൂ കോടതിയും വിധി പറയാനിരിക്കെയാണ് ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം പുതിയ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിന്മേലുള്ള അന്വേഷണവും കൂടുതൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായ അന്വേഷണം നടത്തി ഈ വർഷം ഏപ്രിലിൽ ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ആ കുറ്റപത്രത്തിലെ 1-ാം പ്രതി സോണിയയാണ്. കൂടാതെ രാഹുൽ, സുമൻ ദുബെ, സാംപ്രതോദ തുടങ്ങിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. അതായത് സോണിയയും രാഹുലും ഡയറക്ടർമാരായിട്ടുള്ള യങ് ഇന്ത്യ എന്ന കമ്പനി, ആ കമ്പനിക്ക് വെറും 5 ലക്ഷം രൂപ മാത്രമായിരുന്നു മൂലധനമുണ്ടായിരുന്നത്. പക്ഷേ ആ 5 ലക്ഷം രൂപ മാത്രം മൂലധനമുണ്ടായിരുന്ന കമ്പനി നാഷണൽ ഹെറാൾഡിൻ്റെ 2000 കോടിയിലധികം രൂപ വില വരുന്ന ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുവകകൾ ഈ യങ് ഇന്ത്യ കമ്പനിയുടെ പേരിലേക്കാക്കി എന്നുള്ളതാണ് കേസ്. എങ്ങനെയാണ് 5 ലക്ഷം രൂപ മാത്രം മൂലധനമുണ്ടായിരുന്ന കമ്പനി 2000 കോടിയിലധികം രൂപയുടെ സ്വത്തുവകകൾ ഏറ്റെടുത്തത് എന്ന വലിയ ചോദ്യം 2013 സുബ്രഹ്മണ്യൻ സ്വാമി കോടതി മുഖേന ഉന്നയിക്കുന്നത്. പിന്നീട് നടന്നിട്ടുള്ള അന്വേഷണം 2021 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. 2022 സോണിയയെയും രാഹുലിനെയും മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും നിരവധി തവണ ചോദ്യം ചെയ്തു. അതായത് അധികാരത്തിൻ്റെ ഫലത്തിൽ നാഷണൽ ഹെറാൾഡിൻ്റെ സ്വത്തുക്കൾ യങ് ഇന്ത്യ കമ്പനി വഴി സോണിയയും രാഹുലും ഉൾപ്പെടെ സ്വന്തമാക്കി എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെയും മുംബൈയിലെയും യങ് ഇന്ത്യ കമ്പനിയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്ന നടപടി ഇ ഡി ആരംഭിച്ചിരുന്നു. കുറ്റപത്രം സമർപ്പിക്കുകയും വിചാരണ പൂർത്തിയാകുകയും ചെയ്തിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കേസിൽ ഈ മാസം 16 ഡൽഹി റൌസ് അവന്യൂ കോടതി വിധി പറയാനിരിക്കുകയാണ്. അത്തരത്തിലൊരു വിധി വരാനിരിക്കെയാണ് ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം രാഹുലിനും സോണിയയ്ക്കുമെതിരെ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിന്മേൽ കൂടുതൽ അന്വേഷണവും ചോദ്യം ചെയ്യലും ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാകും. കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടി. അധികാരത്തിലിരുന്നപ്പോൾ നടത്തിയിട്ടുള്ള വിവിധ സാമ്പത്തിക തിരിമറികളുടെയും അഴിമതികളുടെയും കഥകൾ ഓരോന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് നാഷണൽ ഹെറാൾഡ്. അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പുറമെ ഇപ്പോൾ ഡൽഹി പോലീസും അന്വേഷണം ആരംഭിക്കുകയാണ്. രാഖി.